നമ്മളിനി ലിസ്റ്റിലെ ബാക്കിയുള്ള മെത്തേഡുകൾ നോക്കാം. ആദ്യമായിട്ട് എക്സ്റ്റെൻഡ് മെത്തേഡ്. എക്സ്റ്റെൻഡ് മെത്തേഡ് എന്ന് വെച്ചാൽ കറണ്ട് ലിസ്റ്റിന് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കുറച്ചുകൂടി വേറൊരു ലിസ്റ്റിലെ ഐറ്റംസും നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇതിൽ 2 ലിസ്റ്റ് വേണം. അപ്പോൾ ആദ്യം എനിക്കൊരു ലിസ്റ്റ് ഉണ്ട്, ദിസ് ലിസ്റ്റ് എന്ന് പറയുന്ന പേരിൽ. ട്രോപ്പിക്കൽ എന്ന് പറഞ്ഞ വേറൊരു ലിസ്റ്റ് ഉണ്ട്. ഈ ദിസ് ലിസ്റ്റിനെ എക്സ്റ്റെൻഡ് ചെയ്ത് എനിക്ക് ട്രോപ്പിക്കലിലുള്ള ലിസ്റ്റിലുള്ള ഐറ്റംസ് കൂടി ആഡ് ചെയ്യണമെങ്കിൽ ഞാൻ ദിസ് ലിസ്റ്റ് ഡോട്ട് എക്സ്റ്റെൻഡ് ഓഫ് ട്രോപ്പിക്കൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, എന്നിട്ട് ഞാൻ പ്രിന്റ് ദിസ് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആപ്പിൾ, ബനാന, ചെറി, മാംഗോ, പൈനാപ്പിൾ, പപ്പായ മൊത്തം കൂടി ആവും. മനസ്സിലായോ? ഈ ലിസ്റ്റിനെ എക്സ്റ്റെൻഡ് ചെയ്ത് വേറൊരു ലിസ്റ്റും കൂടി ആഡ് ചെയ്യും. അപ്പോൾ വേറൊരു ലിസ്റ്റ് ഈ ലിസ്റ്റിനോട് മേർജ് ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? എക്സ്റ്റെൻഡ് മെത്തേഡ്. ഇനി നമുക്ക് ഒരു എലമെന്റ് റിമൂവ് ചെയ്യണം. ഒരു വേ എന്ന് പറയുന്നത്, ഇപ്പോൾ സപ്പോസ് കോമ്പോസിറ്റ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ഉണ്ട്, അതിനകത്ത് 3, 5, 7, 9, 11. എന്നിട്ട് ഞാൻ എന്ത് കൊടുത്തു? കോമ്പോസിറ്റ് ഓഫ് 3:4 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ സ്ലൈസിങ് ഓപ്പറേറ്റർ വെച്ചു. മൂന്നാമത്തെ സ്റ്റാർട്ട് ചെയ്ത് :4 എന്ന് പറഞ്ഞാൽ 3 to 3 വാല്യൂ എന്താക്കി കൊടുത്തു? ഒരു എംപ്റ്റി ലിസ്റ്റ് ആക്കി കൊടുത്തു. അപ്പോൾ ഈ മൂന്നാമത്തെ 0, 1, 2, 3 ദാറ്റ് ഈസ് ഈ 9ന്റെ അവിടെയുള്ള എലമെന്റ് അങ്ങ് പോകും. ബാക്കി ആൻസർ എന്തേ കിട്ടത്തുള്ളൂ? 3, 5, 7, 11 എന്നുള്ള ആൻസറെ നമ്മൾ പ്രിന്റ് കോമ്പോസിറ്റ് കൊടുക്കുമ്പോൾ കിട്ടത്തുള്ളൂ. ഓക്കെ, ഇനി ഞാൻ കോമ്പോസിറ്റ് എന്ന് പറയുന്ന വീണ്ടും ഒരു അറേ ഡിഫൈൻ ചെയ്തു. അവിടെ ഞാൻ കോമ്പോസിറ്റ് 2:4 എന്ത് കൊടുത്തു? നൾ സ്ട്രിങ് ആയിട്ട് കൊടുത്തു, എംപ്റ്റി ലിസ്റ്റ് ആയിട്ട് കൊടുത്തു. അപ്പോൾ രണ്ടാമത്തത് മുതൽ, അപ്പോൾ 0, 1, 2 2ഉം 3ഉം, കാരണം 2:4 എന്ന് പറഞ്ഞാൽ 2 മുതൽ 3 വരെ എടുക്കുന്നത്. അപ്പം 0, 1, 2 ദാറ്റ് ഈസ് 33ഉം 35ഉം എന്തായി പോവും? എംപ്റ്റി ആയി പോവും. അപ്പം 29, 31, 37 ആയിരിക്കും എൻ്റെ ഒരു ആൻസർ. അപ്പോൾ എലമെന്റ് എന്തായി? റിമൂവ് ആയിപ്പോയി. രണ്ടാമത്തെ പൊസിഷനിലെയും മൂന്നാമത്തെ പൊസിഷൻ്റെ എലമെന്റ് റിമൂവ് ആയിപ്പോയി. ഇനി നമുക്ക് ലിസ്റ്റിൽ ഇങ്ങനെ സോ മെനി മെത്തേഡ്സ് ഉണ്ട്, നമുക്കൊന്ന് പരിചയപ്പെടാം. ലിസ്റ്റ് ഡോട്ട് ഇൻഡെക്സ് ഓഫ് എലമെന്റ്. എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കും. ഈ എലമെന്റ് ലിസ്റ്റിലുണ്ട് എങ്കിൽ അത് എത്രാമത്തെ ഇൻഡെക്സിലാണെന്നുള്ള പൊസിഷൻ റിട്ടേൺ ചെയ്യും. ഓക്കെ, ഇനി അതല്ല, ആ എലമെന്റ് ലിസ്റ്റിൽ ഇല്ല എങ്കിൽ എനിക്ക് എറർ ആയിരിക്കും വരുന്നത്. ഇനി എനിക്ക് ലിസ്റ്റിലോട്ട് ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ ഒരു എലമെന്റ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ എൽ ഡോട്ട് ഇൻസേർട്ട് 0th പൊസിഷനിൽ ഇന്ന എലമെന്റ് അങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇനി എനിക്ക് ലിസ്റ്റിലോട്ട് അവസാനമായിട്ട് ലിസ്റ്റിന്റെ എൻഡിൽ ഒരു ഐറ്റം ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ എൽ ഡോട്ട് അപ്പൻഡ് ആ എലമെന്റ്. എൽ ഡോട്ട് അപ്പൻഡ് 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോൾ ഉള്ള കറണ്ട് ലിസ്റ്റിൽ അവസാനമായിട്ട് എന്ത് ചെയ്യും? ഒരു എലമെന്റ് ഇൻസേർട്ട് ചെയ്യും. പിന്നെ എക്സ്റ്റെൻഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഒരു ലിസ്റ്റിന്റെ എൻഡിൽ വേറൊരു ലിസ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്റ്റെൻഡ് ഉപയോഗിക്കുന്നത്. ഇനി റിമൂവ്. നേരത്തെ നമ്മൾ റിമൂവ് സ്ലൈസിങ് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടാണ് എങ്കിൽ നമുക്കൊരു പെർട്ടിക്കുലർ എലമെന്റിനെ റിമൂവ് ചെയ്യണമെങ്കിൽ, എന്ന് പറയുന്ന ലിസ്റ്റിൽ കുറേ എലമെന്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക, അതിനകത്ത് ഒരു പെർട്ടിക്കുലർ എലമെന്റിനെ റിമൂവ് ചെയ്യണമെങ്കിൽ എൽ ഡോട്ട് റിമൂവ് 4 എന്ന് പറയുന്ന എലമെന്റ് റിമൂവ് ആവും. റിമൂവും പോപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, എൽ ഡോട്ട് ജസ്റ്റ് പോപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവസാനത്തെ ആ ലിസ്റ്റിലെ അവസാനത്തെ എലമെന്റ് ആയിരിക്കും റിമൂവ് ആവുന്നത്. അതേസമയം എൽ ഡോട്ട് പോപ്പ് എ പെർട്ടിക്കുലർ പൊസിഷൻ കൊടുത്താൽ ആ പൊസിഷനിലുള്ള എലമെന്റ് എന്താവും? ഡിലീറ്റ് ആയി പോകും. ഇനി എൽ ഡോട്ട് കൗണ്ട് ഓഫ് എലമെന്റ്. അപ്പൊ എക്സ് എന്ന് പറയുന്ന ഒരു എലമെന്റ് എത്ര പ്രാവശ്യം നമ്മുടെ ലിസ്റ്റിലുണ്ട് എന്ന് നോക്കണമെങ്കിൽ എൽ ഡോട്ട് കൗണ്ട് ഓഫ് എക്സ് എന്ന് കൊടുത്താൽ മതി. അപ്പോൾ 5 എന്ന് പറയുന്ന എലമെന്റ് എൻ്റെ ലിസ്റ്റിൽ എത്ര പ്രാവശ്യം ഉണ്ടെന്ന് കൊടുക്കാൻ എൽ ഡോട്ട് കൗണ്ട് ഓഫ് ദിസ്. അപ്പോൾ അതെന്ത് ചെയ്യും? നമ്പർ ഓഫ് ടൈംസ് ദാറ്റ് എലമെന്റ് അപ്പിയേഴ്സ് ഇൻ ദ ലിസ്റ്റ് കഴിഞ്ഞു. ഇനി എനിക്കൊരു ലിസ്റ്റിലുള്ള എലമെന്റ്സിനെ സോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പം ഞാൻ എന്തെടുത്താൽ മതി? എൽ ഡോട്ട് സോർട്ട്. ഓക്കെ, ഇനി നമുക്ക് അറേഞ്ച് ചെയ്യുന്നത് അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ്. ഒരു റിവേഴ്സ് ചെയ്യണമെങ്കിൽ എൽ ഡോട്ട് റിവേഴ്സ്. ഇതിൻ്റെ ഒരു യൂസ് നമുക്ക് അടുത്തൊരു പ്രോഗ്രാം വരുമ്പോൾ മനസ്സിലാക്കി തരാം. ഇനി അടുത്തൊരു എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത്, ഈവൻ എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ഉണ്ട്, മൾട്ടു എന്ന് പറയുന്ന ലിസ്റ്റ് ഉണ്ട്. പ്രിന്റ് ഈവൻ എന്ന് വെച്ചാൽ ഇക്വാലിറ്റി ഓപ്പറേറ്ററൊക്കെ നമുക്ക് ഈ ലിസ്റ്റിൽ ഈസി ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ദറ്റ് ഈസ് ഈവൻ ഡബിൾ ഈക്വൽ ടു മൾട്ടു. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഈ വാല്യൂ എന്തായിരിക്കും? റിട്ടേൺ ട്രൂ വാല്യൂ വരും. ഇത് ഈക്വൽ ആണല്ലോ, അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ പ്രിന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ട്രൂ എന്നുള്ളതായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ നേരത്തെ പറഞ്ഞ സോർട്ടിൻ്റെയും റിവേഴ്സിൻ്റെയൊക്കെ ഒരു യൂസ് കാണാം. എനിക്ക് ഒരു ലിസ്റ്റിലെ ടോപ്പ് 3 എലമെന്റ്സ് പ്രിന്റ് ചെയ്യണം വിചാരിക്കും. അപ്പം ഞാൻ ഇവിടെ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അത് മൈ ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 23, 7, 78, 50, 100, -5 ഉണ്ട്. എന്നിട്ട് പ്രിന്റ് ടോപ്പ് 3 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഞാനിവിടെ കോൾ ചെയ്തിട്ടുണ്ട്. ആ കോൾ ചെയ്യുമ്പോൾ ഞാനൊരു ലിസ്റ്റാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ആ ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട് ഡിഫൈൻ. ആ ഫംഗ്ഷൻ്റെ പേര് എന്തുവാ? പ്രിന്റ് ടോപ്പ് 3. അപ്പം ഞാൻ ഇവിടുന്ന് ഒരു ലിസ്റ്റാണ് പാസ് ചെയ്യുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്തു? ലിസ്റ്റ് ഡോട്ട് സോർട്ട് കൊടുത്തു. അപ്പോൾ എൻ്റെ ഈ എലമെന്റ്സിന് എന്ത് ചെയ്യും? സോർട്ടഡ് ആവും. എന്നിട്ട് ഞാൻ അതിന്, അപ്പോൾ അസെൻഡിങ് ഓർഡറിലാണ് സോർട്ട് ആവുന്നത്. അതിന് റിവേഴ്സ് എടുത്തു. അപ്പോൾ ഡിസെൻഡിങ് ഓർഡറിൽ എനിക്കത് കിട്ടിയില്ലേ? അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു? അതിനകത്ത് നിന്ന് ഞാൻ ഫോർ ഐ ഇൻ റേഞ്ച് 3
റേഞ്ച് 3 എന്ന് പറഞ്ഞാൽ 0, 1, 2 പൊസിഷനിലുള്ള ഓരോ എലമെൻറ്റും ഞാൻ എങ്ങോട്ടെടുത്തു, ലിസ്റ്റ് ഓഫ് ഫൈലുള്ള ഓരോ എലമെൻറ്റും എടുത്തിട്ട് ഈ ടോപ്പ് 3 എന്ന് പറയുന്ന അതിനകത്തോട്ട് അപ്പൻഡായി വന്നോളൂ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ടോപ്പ് 3 റിട്ടേൺ ചെയ്യും. സോ എനിക്കിവിടെ എന്ത് ചെയ്യും, ആ എലമെൻറ്റ്സ് എല്ലാം പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, ഇത് നമുക്ക് ഇങ്ങനത്തെ 2-3 പ്രോഗ്രാംസ് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. താങ്ക് യു.